എന്തായി കാണുന്നേ? ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്ന് കിടന്നേ? ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിയതാ. ഞാനും എന്റെ അമ്മയും ആരോടും ഇല്ലാത്തവരാ. രാത്രിയിൽ ഞങ്ങൾ ഈ വഴി നടന്നു വരുമ്പോ കുറെ ആളുകള് ഞങ്ങളുടെ പിന്നാലെ കൂടി. അവര് ഞങ്ങളെ ഓടിച്ചു, കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ. എന്നിട്ട് ഞങ്ങള് ജീവൻ നഷ്ടപ്പെട്ടെന്ന് തന്നെയാ കരുതിയെ. ഇവിടെ വെളിച്ചം കണ്ടപ്പോ ഓടിക്കയറിയതാ. അവര് തൊട്ടടുത്തെത്തിയപ്പോ നാഗദേവങ്ങളുടെ മുന്നിൽ അഭയം പ്രാപിച്ചു. രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവര് ഞങ്ങളെ കൊല്ലാനായി വാളെടുത്തു. പെട്ടെന്ന് ഈ നാഗത്തറയിൽ നിന്നും വല്ലാത്തൊരു സർപ്പം അവരുടെ നേരെ ഉയർന്നു പൊങ്ങി. നാഗം അവിടുന്ന് അവരെയൊക്കെ ഓടിച്ചു. പിന്നെ ഞങ്ങൾക്ക് കാവല് പോലെ നിന്നു. ഓ, അത്ഭുതം തന്നെയാ. ഈ നാഗത്തറയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും നാഗദൈവങ്ങൾ കൈവിടാറില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതിനു മുമ്പും പലർക്കും ഉണ്ടായിട്ടുണ്ട്. നാഗത്തിനെ നേരിൽ ദർശിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. നാഗദർശനം നേരിട്ട് കിട്ടിയ നിങ്ങള് ഭാഗ്യവതികളാ. അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ഇനി ഒറ്റപ്പെട്ടു പോവില്ല എന്നുള്ളതാ. നിങ്ങളെ രണ്ടുപേരെയും നാഗങ്ങളെ രക്ഷിച്ചോളൂ. മീനാക്ഷി, ഇവർക്ക് കുളിക്കട ഒന്ന് കാണിച്ചു കൊടുക്കൂ. കുളി കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് എവിടേക്കാന്ന് വെച്ചാ പോവാം. എവിടെ പോവാനാ? ഞങ്ങൾക്ക് ഒരു സ്ഥലവും ഇല്ല. ആദ്യം പോയി കുളിച്ചു വരൂ. ബാക്കി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. വരൂ. അമ്മേ, ഒരുപാട് ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ്. 12 ആണ്ട് കൂടുമ്പോ നാഗദേവതയോടൊപ്പം സകല നാഗങ്ങളും ഇവിടെ ഒത്തുചേർന്നിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. ദൂരെ ദിക്കീന്ന് പോലും നാഗദോഷങ്ങൾ തീർക്കാൻ ആളുകൾ എത്തുന്ന ഇടവാ. ഇവിടുത്തെ പൂജകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പരിഹരിക്കപ്പെടാത്ത ഏത് പ്രശ്നവും ഇവിടുന്ന് പരിഹരിക്കുമെന്നാ പറയാറ്. അമ്മ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അല്ലെങ്കിൽ മുത്തശ്ശി പറയണ്ടാണല്ലോ. എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാ. അവളുടെ മകൾക്ക് നാഗദോഷം ഉണ്ടായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നേക്കുമായിട്ട് മാറിയെന്ന്. തൊഴുതു കഴിഞ്ഞാ നമുക്ക് തിരിച്ചു പോവാല്ലേ? അല്ല മോളെ, ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങ് പാവങ്ങൾക്കുള്ള അന്നദാനോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരില് അന്നദാനം നടത്തണം. പ്രാർത്ഥനയും ഇവിടുത്തെ ചടങ്ങുകളും കഴിഞ്ഞ് അന്നദാനത്തിന് ശേഷം നമുക്ക് സമാധാനത്തോടെ തിരിച്ചു പോവാം. മനസ്സിലുള്ള പേടിയൊക്കെ തീർന്ന് ശാന്തമായ ഒരു ജീവിതം വേണ്ടേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? വേണോമേ? എങ്കിൽ പിന്നെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ മനസ്സറിഞ്ഞ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം നാഗദൈവങ്ങൾ നോക്കിക്കോളും. വാ. കഥ അമ്മ സർപ്പദോഷങ്ങൾ അകറ്റാൻ പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട്. അന്നദാനം നടത്തുന്നത് നിങ്ങൾ തന്നെയല്ലേ? അതേ തിരുമേനി. അന്നദാനം നടത്തുന്നവര് ഭക്തർക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞിട്ടേ മടങ്ങുന്നുള്ളൂ. നന്നായി. കഥ അയ്യോ, പേടിക്കൊന്നും വേണ്ട നവീൻ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിന് നല്ല ശാന്തതയുണ്ടെന്ന്. അതിപ്പോ കൂടി കൂടി വരുന്നതേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മോളെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു മോളെ? ആ, കഴിഞ്ഞു. നാഗത്തറയെ ബോധം കെട്ട് കിടന്നപ്പോ പേടിച്ചോ? അല്ല, അമ്മ എവിടെ? നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? രാവിലെ നാഗത്തറയിൽ കിടന്നത് മോളല്ലേ? ഞാനേ ഗാഥ ശ്രീനിവാസ.
നാഗത്തറയിൽ വന്ന് ബോധം കെട്ടി കിടക്കാനൊന്നും ഞാൻ തരം താഴ്ന്നിട്ടില്ല. മോളെ അരുത്, ആള് തെറ്റിയിട്ട് ചോദിക്കുകയാണെന്ന് തോന്നുന്നു. ഇതെന്റെ മകനും മരുമകളുമാണ്. ഞാനാ ഇവരുടെ അമ്മ. എങ്കിലേ എനിക്ക് ആള് മാറിയതായിരിക്കും. ക്ഷമിക്കണം കേട്ടോ. എന്താ അവർക്ക്? വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടാണല്ലോ പോകുന്നത്. കണ്ടില്ലേ? കാര്യമാക്കണ്ടോ? അതുകൊണ്ടല്ലേ പാവങ്ങൾ വിശേഷം ചോദിക്കുന്നത്. മോളെ, പ്രാർത്ഥിക്കാൻ മാത്രമല്ല ക്ഷേത്ര പരിസരത്തുള്ള പെരുമാറ്റവും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. സോറി അമ്മേ, പെട്ടെന്ന് അവരെന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അത് പോട്ടെ, അവര് ചോദിച്ചു, അവരെ വഴിക്ക് പോവുകയും ചെയ്തു, അത്രേ ഉള്ളൂ.